നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രന്റെ മുറിയിൽ നിന്ന് ആകെപ്പാടെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അലീന താഴേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ സ്റ്റെയർകേസ് ഇറങ്ങി വരണ സമയത്ത് രേവതി കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് ഗ്രേസമ്മയുടെ മാമച്ചനും പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന പതുക്കെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ബാൽക്കണ്ട് അവിടെ ബാലേന്ദ്രൻ വന്നു. ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഒരു നിമിഷം ഇങ്ങോട്ടൊന്ന് നോക്കാൻ പറയണം. ഭവിത രോഹിത്തും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം രേവതിക്കുട്ടി ഗ്രേസമ്മ മാമച്ചനൊക്കെ നോക്കി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് അലീനയെ നിങ്ങളോടൊപ്പം പാലാരിപടത്തേക്ക് പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞങ്ങൾ വന്നേ. അവളുടെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുമല്ലേ. അവൾ ഞങ്ങളോട് പോരാൻ തയ്യാറായിട്ടാ നിൽക്കുന്നേ. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് അവളെ ഞാൻ ഒരിടത്തേക്കും വിടുന്നില്ല. ഗ്രേസം പറഞ്ഞു, അതെന്ത് പരിപാടിയാ ബാലേന്ദ്ര പറയണേ? കാരണം അവൾക്ക് ഈ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഞങ്ങൾ വന്നേ. പിന്നെ അവൾ കാരണം ഇനി ഈ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഉദ്ദേശിച്ച് തന്നെ വന്നേ. ആ സമയത്ത് അലീന അവിടെ നിന്ന് മാറി നിന്ന് കരയുവാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇവര് പറയുന്നത് കേൾക്കണോ അതോ അച്ഛനോടൊപ്പം നിൽക്കണോ ഒന്നും അറിയത്തില്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു അലീന. അപ്പോഴേക്കാണ് വൈജയന്തി കഥ തുറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. വൈജയന്തി വന്നിട്ട് രോഹിത്തിനോടും ബബിതയോടും ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ബബിത കൈ ചൂണ്ടി കാണിച്ചു ബാൽക്കണ്ട് അവിടെ ബാലേന്ദ്രൻ നിൽക്കുന്നേ. ആ സമയത്ത് മാമച്ചൻ പറഞ്ഞു, ബാലേന്ദ്ര അലീന ഇവിടെ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അവൾ ഞങ്ങളോട് പോരുന്നല്ലേ നല്ലത്. ആ സമയത്ത് ഗ്രേസം പറഞ്ഞു, അതെ അവിടെ ഇവിടെ നിന്നിട്ടാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുവല്ലേ ഉള്ളൂ. അതെ പ്രശ്നങ്ങൾ കൂടണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഒഴുക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് വൈജയന്തി ഇങ്ങനെ ഭവിതയോട് എന്താ പ്രശ്നം? അലീനെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന, പക്ഷേ അലീനെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും, അതാ ഇവിടുത്തെ പ്രശ്നം. ഓഹോ അങ്ങനെയാണല്ലേ. ആ സമയത്ത് വൈജ പറഞ്ഞു, അതെ ഇവിടെ നിൽക്കുന്ന എനിക്ക് സമാധാനക്കേടാ അലീന. അവളെ എത്ര ഇവിടെ നിങ്ങളൊന്ന് കൊണ്ടുപോയി തന്നാൽ മാത്രം മതി എന്ന് പറയണം. അത് കേട്ടപ്പോൾ ബാലേന്ദ്രന്റെ ദേഷ്യമായി. ബാലേന്ദ്രൻ പറഞ്ഞു, അവൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമാണെങ്കിലേ ഒരു കാര്യം ചെയ്യുക, നിന്റെ ആ പ്രശ്നവും സമാധാനക്കേടും എല്ലാം നീ ഒരു വലിയ കുട്ടകത്തിലാക്കണം. എന്നിട്ട് അത് ആട്ടുകളെ കൊണ്ട് നന്നായിട്ട് അരയ്ക്കുക, അല്ലെങ്കിൽ ഒല്ലിലിട്ട് പൊടിക്കുക. അതിനെല്ലാം ശേഷം അതെല്ലാം കൂടെ ഉരുട്ടി കൊണ്ടുപോയിട്ട് നന്നായിട്ട് ആ ദോശക്കല വെച്ച് പരത്തണം. പിന്നീട് ആ മീനിച്ചിലാറ്റിലേക്ക് കൊണ്ടേ അങ്ങോട്ട് ഒഴിക്കാൻ മതി. നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമാവെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വൈജയന്തി ഇങ്ങനെ ബാലേന്ദ്രനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ബാലേന്ദ്രൻ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു അലീനയെ വിടലില്ലെന്ന്. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഇതേ ബാലേന്ദ്ര നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ആങ്ങളമാര്, എന്നിട്ടോ ഇവിടെ പറഞ്ഞു വിടാൻ പറഞ്ഞല്ലേ? ഓ നിന്റെ ആങ്ങളമാര് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഈ നെടുമ്പൊരിക്ക ബാലേന്ദ്രനാ, അല്ലാതെ കൈതയ്ക്കൽ മാളി വീട്ടിലെ വൈജ അവളുടെ ആംഗ്ലമാരോ അല്ല. ഓഹോ അപ്പം നിങ്ങൾ ഇവിടെ പറഞ്ഞു വിടാൻ ഒരുക്കുമല്ലേ? അല്ല പറഞ്ഞു വിടുന്നില്ല. എനിക്ക് പറഞ്ഞു വിടാൻ ഇപ്പം സൗകര്യമില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്തു നോക്ക്. പറഞ്ഞു വിടാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എനിക്കറിയാം ഇവിടെ എങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന്. എൻ്റെ ആംഗ്ലമാർ ഇങ്ങോട്ടേക്കൊന്ന് വന്നോട്ടെ. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, അതെ നിങ്ങളുടെ ഈ പ്രശ്നത്തിനിടയ്ക്ക് കിടന്ന് ഞങ്ങൾക്ക് ഒരു സമാധാനക്കേട് ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അലീനയെ വിടുന്നുണ്ടോ ഇല്ലയോ അതാ ഇപ്പം ഞങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങൾ വിടുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാന്നൊക്കെ മാമച്ചൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അവളെ വിടുന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് ഒരു കാര്യം ചെയ്യുക, അവൾക്ക് പകരം രേവതിക്കുട്ടി ഇവിടെ നിർത്ത്, അവളെ പറഞ്ഞു വിട്ടേക്കാം. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ലില്ല അവൾ ഒരു ദിവസം പോലും വിട്ടുതരില്ല, അവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അലീനെ എങ്ങനെ വിടുന്നേ? അതും കൂടെ കേട്ട് ഇനിയിപ്പോൾ വൈജയന്തിക്ക് കട്ടക്കലിപ്പായി. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, ഞങ്ങൾ നിൽക്കണോ പോണോ? തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ, പിന്നെ അവളെ വിടത്തില്ലെന്നൊന്നും പറയത്തില്ല, പിന്നെ ഒരിക്കലും അവളെ എറണാകുളത്തിലേക്ക് വിട്ടേക്കാം, പക്ഷെ ഇന്നത്തെ ദിവസം വിടത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം രൂക്ഷമായിട്ട് വൈജയന്തി അലീനയെ നോക്കി. പിന്നീട് അലീനയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താടി പറഞ്ഞേ? ഇന്ന് ഇവിടുന്ന് പോകുന്നില്ലേ പറഞ്ഞേ, എന്നിട്ട് നീ എന്താടി പോവാത്തേ? അത് പിന്നെ ബാലേന്ദ്രൻ സാറ് പോകണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പോകണ്ടെന്ന് പറഞ്ഞു, നീ പോകത്തില്ലേ? നിനക്ക് പോയാൽ എന്താടി? ബാലേന്ദ്രൻ നിന്റെ കയ്യെ കാലെ പിടിച്ചിട്ടുണ്ടോ? അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, അതെ നിന്റെ ഭരണവും കാര്യങ്ങളൊക്കെ കൈതയ്ക്കൽ വീട്ടി മതി, ഇവിടെ വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, ഞാൻ ആളാണ് അവളോട് പോകണ്ടെന്ന് പറഞ്ഞ്. ഇനി അവളുടെ മേക്കിട്ടുകാരൻ പോകണ്ട പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ തനി സ്വരൂപം നീ കാണും കേട്ടോ വൈജ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വൈജയന്തി നിൽക്കുക. ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ ഒന്ന് അലീനോട് ചോദിച്ചു, അല്ല ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് നിനക്ക് ഞങ്ങളൂടെ വന്നുകൂടെ? നീ ഞങ്ങളൂടെ വരാൻ പറയണ, നിനക്ക് മനസ്സുണ്ട് നിനക്ക് വരാമല്ലോ എന്ന് പറയണ. അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, അതെ നീ വരുവാണെങ്കിൽ ഞങ്ങളൂടെ വരാൻ പറയണം. അലീന പറഞ്ഞു,
പറ്റില്ല, ബാലേന്ദ്ര സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയണം. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കൊള്ളാൻ പറയണം. അത് കേട്ടതും രേവതിക്കുട്ടി വന്നിട്ട് എന്താ ചേച്ചി ഇത്? ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയത്? ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരില്ല, ഞങ്ങൾ അത്ര ദൂരം നിന്ന് ഇവിടം വരെ വന്നേ, എന്നിട്ട് ഇപ്പം ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞല്ലോ മോളെ, എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നിന്നോട് ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. ആ സമയം ഗ്രേസമ്മ മാമച്ചനോട് പറഞ്ഞു ബാ നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അലീന അവരുടെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചെല്ലുവാണ്. ആ സമയം അലീനയ്ക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. രേവതിക്കുട്ടിയെ നോക്കിയിട്ട് ഗ്രേസം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞ ഇവളോട് വേണ്ടാന്ന്. ഇവളുടെ ഒറ്റ നിർബന്ധത്തിന് വഴി ഇങ്ങോട്ടേക്ക് വന്നേ, ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മാമച്ചനും പറഞ്ഞു അത് ശരിയാ. രേവതിക്കുട്ടി പറഞ്ഞു കണ്ടില്ലേ ചേച്ചി കാണാമല്ലേ ഞാനിതൊക്കെ കേൾക്കേണ്ടി വരുന്നേ. അതെ സോറി മോളെ, നീ എന്നോട് ക്ഷമിക്കുക. പിന്നീട് നേരെ ഗ്രേസമ്മയുടെ മാമച്ചൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു സോറി അങ്കിളെ ആൻറ്റി, എന്നോടൊന്നും തോന്നരുത്. കാരണം സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാ. പിന്നെ ഞാൻ വേറൊരു ദിവസം വരാം, കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ കൂടെ പറയാം. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാറിലേക്ക് കയറുന്ന സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ വീടിൻ്റെ ആ ടെറസിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ നോക്കുവാണ് അവരെ. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുവാണ്. ആ സമയം വൈജയന്തി കട്ടക്കലിപ്പില്ല. കാരണം അവരോടൊപ്പം അലീന പോകാത്തതിൻ്റെ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ വൈജയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അലീന അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും വൈജയന്തി അവളുടെ അടുത്ത് ഇരുന്നിട്ട് ചോദിച്ചു നീ എന്താടി പോവാത്തെ? അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് ഒരച്ഛൻ പൊണഞ്ഞു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള നല്ലൊരു അവസരമായിരുന്നു കിട്ടിയത്. നീ ആ ചാൻസ് മുതലെടുത്തില്ല. നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കിക്കൊണ്ട് വേണ്ടി എൻ്റെ ആങ്ങളമാർ ഇത്തിരി സമയം കഴിയുമ്പോൾ വരും. അപ്പോൾ അവർ നിന്നെ കാണിച്ചു തരും. നിനക്ക് നാളുണ്ടേ പിന്നെ നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അതൊക്കെ കേട്ടപ്പോൾ അലീന ഒന്നും മിണ്ടിയില്ല. നീ ഇവിടെ നിൽക്കുക, നിന്നെ അടിച്ചിറക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുക തന്നെ ചെയ്യും. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ഒന്നും മിണ്ടാത്ത തൻ്റെ ബാഗ് കൊടുത്തോണ്ട് നേരെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ വൈജയന്തിയുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം അലീന പിന്നീട് നേരെ ബാലേന്ദ്രൻ്റെ മുറി വന്ന് മുട്ടുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ തുറന്നു എന്താ മോളെ, എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം? അത് പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട്. ആര്? അല്ല വൈജയന്തി മാഡത്തിൻ്റെ വീട്ടുകാർ. അതിന് നീ എന്തിനാ പേടിക്കണേ? അത് പിന്നെ അച്ഛാ നീ പേടിക്കൊന്നും വേണ്ട മോളെ, നീ ഇവിടെ ഇരുന്നോളാൻ പറയണ. അത് പിന്നെ അച്ഛാ എനിക്കെന്തോ, നീ വിഷമിക്കേണ്ട. നിനക്ക് പേടിയുണ്ടോ? ഞാനല്ലേ ഉള്ളത്. പിന്നെ ഞാൻ പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരിടപെട്ടോളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യുക, താഴേക്ക് പോകണ്ടെന്ന് പറയണം. താഴേക്ക് പോരുന്ന എങ്ങനെയാ ശരിയാന്നേ? അവരിടിച്ചു കയറി ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? അവരെന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇത് എൻ്റെ വീടാണ്, നെടുമ്പൊരിക്കലെ വീട്, അറിയാലോ. പിന്നെ ഞാൻ താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ നിനക്കെതിരെ എന്തെങ്കിലും ആക്രമണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ 100ലേക്ക് വിളിക്കണം. നമ്പർ മറക്കരുത്, 100 ഓർമ്മയുണ്ടല്ലോ. അച്ഛൻ എന്നാൽ പിന്നെ ഇവിടെ നിന്നാൽ പോരെ? വേണ്ട മോളെ, അതിൻ്റെ ആവശ്യമില്ല. അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ, നന്നായിട്ട് ഒരുങ്ങി വേണ്ടേ അവരുടെ മുന്നിലേക്ക് പോകാനായിട്ട്. മോൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് വന്നവരൊക്കെ അങ്ങനെ കടപ്പാട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് കയറുവാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ കയറി വരുവാണ്. കമലയും രാജീവനും അവരെല്ലാവരും ഉണ്ട്. കമലയുടെയൊക്കെ മനസ്സിലെ വിചാരം ഇപ്പം തന്നെ അലീനെ അടിച്ചിറക്കി വിടാന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെ പോയി സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചുകൊണ്ട് വന്നു വൈജയന്തി. അങ്ങനെ ഇരിക്കാനൊക്കെ പറഞ്ഞു. ആ സമയത്ത് വൈജയോട് ചോദിച്ചു അല്ല കൃഷ്ണമോൾ എന്തേന്ന് ചോദിക്കുകയാണ്. കമല കൃഷ്ണമോള് സ്കൂളിൽ പോയി, അവൾക്ക് പോയിരിക്കാൻ പറ്റില്ല, കുറച്ച് ക്ലാസ് മിസ്സായിരുന്നല്ലോ, അതുകൊണ്ട് പോയെന്ന് പറയണം. അല്ല അവളെന്തിയാ, അലീന ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്, എറണാകുളത്തുനിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് പറഞ്ഞിട്ടോ പോകാൻ വന്നു. പക്ഷേ അവൾ പോകാൻ കൂട്ടാക്കില്ല. അതെന്ത് പറ്റി? പോകാനായിട്ട് ബാഗൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്ന് വെച്ചാ. ആ സമയത്ത് ബാലേന്ദ്രൻ വിളിച്ച് എന്തോ പറഞ്ഞു. പിന്നീട് അവൾ പോയില്ല എന്ന് പറയാം. അപ്പം അവൾ പോകാമെന്ന് വിചാരിച്ചാലും ബാലേന്ദ്രൻ വിടത്തില്ലല്ലേ, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് വൈജയന്തി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ആ സമയം വൈജയന്തി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവളുടെ തലയ്ക്ക് കയറത്തില്ല. ബാലേന്ദ്രൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഇവിടുന്ന് ഒരിടത്തേക്കും പോകത്തുമില്ല എന്ന് പറഞ്ഞു. സാരമില്ല, പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്നിട്ട് എന്തിയെ അയാൾ എന്തിയെന്ന് ചോദിക്കുകയാണ്. മോളത്തെ മുറിയിലുണ്ട്. അവൾ മോളത്തെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വന്നത് പറയാൻ വേണ്ടി പോയതായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യാം, അയാൾ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. ആ സമയം വൈജയന്തി പറഞ്ഞല്ല, കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തേലും ഒന്നും വേണ്ട, ഞങ്ങൾ കല്യാണം ആലോചിച്ച് വന്നല്ലോ. അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. അപ്പോഴേക്കും ബബിതയുടെ അടുത്ത് വന്നിട്ട് വൈജയന്തി പറഞ്ഞു അതെ ബാലേന്ദ്രനെ അങ്ങോട്ട് വിളിക്കാൻ പറയണം. അങ്ങനെ ബബിത മോളത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന അലീനയൊന്ന് നോക്കി, എന്നിട്ട് കഥയെ മുട്ടുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ കഥ തുറന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഷർട്ടിന് ബട്ടനൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്താ മോളെ, എന്താ കാര്യം? അതെ അവർ വന്നിട്ടുണ്ട്. ആര്? അങ്കിളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടോ? അച്ഛനോട് താഴേക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ വന്നേക്കാം എന്ന് പറ.
അങ്ങനെ ബബിത അലീനയെ നോക്കിയിട്ടും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അലീന നീ മുറിക്കകത്തേക്ക് കയറിക്കോളാൻ പറയണം. അച്ഛാ അത് പിന്നെ ഞാനിവിടെ വരട്ടെ? വേണ്ട, എന്ത് ദർശനമുണ്ടായാലും നീ താഴേക്ക് ഇറങ്ങി വന്നേക്കല്ല, അറിയാലോ. കഥ കടച്ച് നീ ഇതിനകത്ത് ഇരുന്നോണം. ഞാൻ വന്ന് വിളിക്കാതെ നീ ഒരു കാരണവശാലും കഥ തുറന്നേക്കരുത് എന്ന് പറഞ്ഞു. ശരിയെന്ന് പറയണം. അങ്ങനെ അലീന കഥ കടിച്ച് മുറിക്കകത്ത് കയറി ഇരിക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. അലീനയ്ക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പോൾ ഇനിയാണ് ബാലേന്ദ്രൻ്റെ സംഹാര താണ്ഡവം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.